പുതിയ കായംകുളം നഗരസഭാ ഭരണത്തിന്റെ പ്രഥമ ബജറ്റ് ചർച്ചയിൽ നിന്നും LDF വിട്ടുനിന്നത് കഴിഞ്ഞ ഇടതു ഭരണത്തിന്റെ അഴിമതിയും കൊള്ളയും ബജറ്റ് ചർച്ചയിൽ UDF ഉയർത്തുമെന്നുള്ള ഭീതി കൊണ്ടാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ്. അവതരണത്തിനും ചർച്ചയ്ക്കും അടിയന്തര കൗൺസിൽ സ്ഥിരമായി നടത്തിവന്നിരുന്ന LDFന്റെ തെറ്റായ നയം UDF സ്വീകരിക്കില്ലെന്നും മുഹമ്മദ് പറഞ്ഞു. കായംകുളം നഗരസഭയിൽ പുതിയ ഭരണ നേതൃത്വത്തിന്റെ പ്രഥമ ബജറ്റ് ചർച്ചയിൽ നിന്നും LDF വിട്ടുനിന്നത് കഴിഞ്ഞ ഇടതു ഭരണത്തിന്റെ അഴിമതിയും കൊള്ളയും ബജറ്റ് ചർച്ചയിൽ UDF ഉയർത്തുമെന്നുള്ള ഭീതി കൊണ്ടാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് ആരോപിച്ചു. ബജറ്റ് അവതരണത്തിനും ചർച്ചയ്ക്കും അടിയന്തര കൗൺസിൽ സ്ഥിരമായി നടത്തിവന്നിരുന്ന LDFന്റെ തെറ്റായ നയം UDF സ്വീകരിക്കില്ല. ചട്ടപ്രകാരമുള്ള സാധാരണ കൗൺസിൽ യോഗങ്ങൾ കൂടിയാണ് ബജറ്റ് അവതരണവും ചർച്ചയും നടത്തി ബജറ്റ് പാസാക്കിയത്. 10 വർഷം നഗരത്തിന്റെ വികസനം തകർത്ത് അഴിമതി മുഖമുദ്രയാക്കി നടത്തിയ LDF ഭരണത്തിന്റെ ആനുകൂല്യങ്ങളും പദവികളും വഹിച്ചവരാണ് 2 മാസം പിന്നിട്ട നഗരഭരണത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നിട്ട വർഷങ്ങളിലെ അഴിമതി വിവരങ്ങൾ പുതിയ LDF കൗൺസിലർമാർക്ക് അറിയാനുള്ള അവസരം നഷ്ടപ്പെടുത്താനാണ് CPM നേതൃത്വം ബജറ്റ് ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കാൻ നിർദ്ദേശം നൽകിയതെന്നും യു മുഹമ്മദ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.